നമസ്കാരം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. വൈകുന്നേരത്തെ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 5 മണിയാകുമ്പോഴത്തേക്കും അകമൊക്കെ അടിച്ചു വാരും, മുറ്റവും തൂത്ത് വൃത്തിയാക്കും. വിളക്ക് വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന മാറ്റ് അത് മാറ്റിയിടും. നമ്മൾ കാല് ചവിട്ടി തുടയ്ക്കുന്ന ആ സാധനം അവിടെ ഇട്ടിട്ട് അതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അത് നമ്മൾ അവിടെ നിന്നിട്ട് മാറ്റിയിടണേ. പിന്നെ ചവിട്ടുപടികളിൽ കിടക്കുന്ന ചെരുപ്പ് അതും ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുകയോ അവിടെ നിന്ന് എടുത്ത് മാറ്റി അതാത് സ്ഥാനത്ത് വെക്കുകയോ ചെയ്യണേ. അതുപോലെ മാറ്റൊക്കെ ഇടയ്ക്ക് കഴുകുന്ന, പ്രത്യേകിച്ച് വാലായ്മയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കഴുകുന്നത് നല്ലതാണ്. മുറ്റം തൂത്തതിന് ശേഷം ചാണകവെള്ളം തളിക്കുന്നുണ്ട്. ഹസ്ബൻഡ് മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിട്ടുള്ളത് കൊണ്ട് മുറ്റത്ത് എല്ലാ ദിവസവും തൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചാണകവെള്ളം തളിക്കുന്നുണ്ട്. ചാണകം എടുത്ത് ഇതുപോലെ ഉണക്കി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കുറേശ്ശെ അതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് വെള്ളത്തിൽ കലക്കി എടുക്കാം. ഈ ജോലികളെല്ലാം നേരത്തെ തീർക്കണേ. ഒരു 5:30 മുൻപെങ്കിലും ആയിട്ട് ഈ ജോലികളെല്ലാം തീർക്കണം. കാരണം രാവിലെ ബ്രഹ്മമുഹൂർത്തം പോലെ തന്നെ വൈകിട്ട് സൂര്യാസ്തമനത്തിന് മുൻപ് 24 മിനിറ്റ് തുടങ്ങി അസ്തമയം കഴിഞ്ഞ് 24 മിനിറ്റിൽ അവസാനിക്കുന്ന മുഹൂർത്തമാണ് ഗോധൂളി മുഹൂർത്തമെന്ന് പറയുന്നത്. ഇത് വിഷ്ണുവിൻ്റെ മുഹൂർത്തമായി പറയപ്പെടുന്നു. രാവിലെ വിളക്ക് തെളിയിക്കുന്നത് വിദ്യയ്ക്ക് വേണ്ടിയും, അതായത് ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതിക്ക് വേണ്ടിയും, വൈകിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയും, അതായത് വിഷ്ണുവിൻ്റെ പത്നി മഹാലക്ഷ്മി അതിനു വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ത്രിസന്ധിയിൽ ദീപം തെളിയിക്കലും പ്രാർത്ഥനയും മുടക്കരുത് എന്ന് പറയുന്നത്. സൂര്യാസ്തമനത്തിന് മുൻപായി ദീപം തെളിയിക്കണം. അതുപോലെ ദീപം തെളിയിക്കുന്നതിന് കുറച്ചു നേരം മുൻപായി ദീപം ഒരുക്കി വയ്ക്കണം. ദീപം ഒരുക്കി വെച്ച് ദേവീദേവന്മാരെ എതിരേൽക്കാനായി ഒരുങ്ങിയിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വിളക്ക് തെളിയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വീഡിയോയിൽ സമയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് എല്ലാ ദിവസവും ഒരു കൃത്യസമയം പാലിച്ച് വേണം വിളക്ക് തെളിയിക്കാനെന്ന്. കാരണം നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയം ആകുമ്പോൾ നമ്മൾ ഉപാസിക്കുന്ന ദൈവങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ സന്നദ്ധരായി അവിടെ എത്തും. അതുകൊണ്ട് നമ്മൾ വിളക്കൊക്കെ ഒരുക്കി അവരുടെ വരവിനായി കാത്തിരിക്കണം. 6 മണിക്ക് വിളക്ക് കൊളുത്തുന്നവർ 6:15, 6:30 ആയിട്ടും ഒരു ഒരുക്കവും നടത്താതെ വരുമ്പോൾ അവർ നിരാശരായി മടങ്ങുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് കൃത്യസമയം പാലിക്കണമെന്ന് പറയുന്നത്. ഞാനും 10 മിനിറ്റ് മുൻപേ കൈയും കാലും മുഖമൊക്കെ കഴുകി റെഡിയായി വന്നു വിളക്കൊക്കെ ഒരുക്കി വച്ചു. 6 മണിക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലിക്കഴിഞ്ഞ് എണ്ണ തീരുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വിളക്കും അണയ്ക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ വാതുക്കൽ വയ്ക്കുന്ന നിലവിളക്ക് അകത്ത് പൂജാമുറിയിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. അതിനുശേഷമാണ് ബാക്കി വിളക്കുകളൊക്കെ അണയ്ക്കുന്നത്. നിലവിളക്ക് മാത്രം ഹസ്ബൻഡ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ശരണം വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ അണയ്ക്കാറുള്ളൂ. മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ട് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ചെയ്യേണ്ട കാര്യമാണ് വിളക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് ശരണം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഞാൻ രാവിലെയും വൈകിട്ടും നിലവിളക്ക് അണയ്ക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വൈകിട്ടത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി.